ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ കോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ്. അപ്പോൾ നാഫെഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ CSEB എക്സാമിനും അതുപോലെ തന്നെ PSC കണ്ടക്ട് ചെയ്ത കോർപ്പറേഷൻ സ്പെഷ്യലൈസ് ചെയ്ത എക്സാംസിനും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത എന്നാണ്. നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഗാന്ധി ജയന്തി ദിനത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ് എന്ന് പറയുന്നത്. 2 ഒക്ടോബർ 1958 നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 ഒക്ടോബർ 2 നെക്സ്റ്റ് വൺ, ഹെഡ് ക്വാർട്ടേഴ്സ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നാഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് നാഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അണ്ടർ വിച്ച് ആക്ട് ഈസ് നാഫെഡ് രജിസ്റ്റേർഡ്. നാഫെഡ് രജിസ്റ്റർ ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് നാഫെഡ് രജിസ്റ്റർ ചെയ്തത്. നാഫെഡ് രജിസ്റ്റർ ചെയ്തത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് നാഫെഡ്. നാഫെഡിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്. നാഫെഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡ്യൂസസ് അതിൻ്റെ മാർക്കറ്റിങ്ങും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോപ്പറേറ്റീവ് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മാർക്കറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ് നാഫെഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊമോട്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പബ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് നാഫെഡ്. നാഫെഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പബ്ലിക്കേഷൻ ഏതാണെന്നാണ്. കോപ്പറേറ്റീവ് ടൂറും നാഫെഡ് ന്യൂസും ടേൺ അറൗണ്ടും നാഫെഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക്കേഷനാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1958 അണ്ടർ ദ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. സ്റ്റേറ്റ്മെന്റ് 2, നാഫെഡ് ഈസ് എ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ. ഇതിൽ നമുക്കറിയാം നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 പക്ഷേ എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ട് ഏതാണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. പിന്നെ നാഫെഡ് എന്ന് പറയുന്നത് നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആണ്, റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ക്ലിയർ ആയോ? Next question, NAFED coordinating the marketing activities of state level cooperative agriculture societies. Second one, NAFED play no role in advising or providing technical guidance to state federation. എന്താണ് നമ്മൾ പറഞ്ഞു, സഹകരണ മേഖലയിലെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നാഫെഡിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മെമ്പർഷിപ്പ് ഓഫ് നാഫെഡ്. നാഫെഡിൻ്റെ മെമ്പർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ്. നാഷണൽ ലെവൽ ഫെഡറേഷൻസ് ഉണ്ട്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ, റീജിയണൽ ലെവൽ ഓർ ട്രൈബൽ ലെവൽ ഫെഡറേഷൻസ് ഉണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതെല്ലാം നാഫെഡിൻ്റെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ മെമ്പേഴ്സ് 1, 2, 3 and 4 മെമ്പേഴ്സ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പാർട്ട് ഓഫ് നാഫെഡ് മെമ്പർഷിപ്പ്. നാഫെഡ് മെമ്പർഷിപ്പിൻ്റെ പാർട്ട് ആരൊക്കെയാണെന്നാണ്. യൂണിയൻ ടെറിട്ടറീസ് ഓർ ഫെഡറേഷൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നോമിനൽ മെമ്പേഴ്സ്, സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ. നോമിനൽ മെമ്പേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസ് ഉണ്ട്,
നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറി ഓർ ഫെഡറേഷൻ ഉണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാതും നാഫെഡിൻ്റെ മെമ്പേഴ്സാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള നാഫെഡിനെ കുറിച്ചും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇതൊക്കെ PYQs ആണ്. നമ്മളുടെ സഹകരണ മേഖലയിൽ CSEB എക്സാമിനും അതുപോലെ തന്നെ PSC നടത്തിയിട്ടുള്ള ഈ ഒരു കോർപ്പറേഷൻ സ്പെഷ്യലൈസ് ചെയ്ത് എക്സാംസിനും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസും നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ CSEB എക്സാമിന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 45 days ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പ്യൂർലി നമ്മളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് PYQs ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സാംസ് ഉണ്ടായിരിക്കും, മോഡൽ എക്സാംസും ഡെയിലി എക്സാംസും ഒക്കെ ഉണ്ടായിരിക്കും. മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസോട് കൂടിയിട്ടുള്ള നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NAFED is involved in both internal and foreign trade as a part of business activity. Statement 2, NAFED only focus on internal trade and does not engage in foreign trade. എന്താണ് NAFED ഇന്റേണൽ ആൻഡ് ഫോറിൻ ട്രേഡിന് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, NAFED's price support scheme is designed to stabilize the price of agriculture product. NAFED's price support scheme is designed for industrial product, not for agriculture product. നമ്മൾ പറഞ്ഞു NAFEDന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്. അപ്പോൾ ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള NAFEDനെ കുറിച്ചാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സിന് വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്